ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. താമരശ്ശേരിയിലെ മൈജിയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനെത്തിയതാണ് ടൊവിനോയും മഞ്ജു വാര്യറും. മൈജിയുടെ പുതിയ ഷോറൂമാണ് താമരശ്ശേരിയിൽ തുടങ്ങിയിട്ടുള്ളത്. 15 കോടിയോളം രൂപയുടെ സമ്മാനങ്ങൾ മൈജി ഈ വർഷം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ടൊവിനോ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ, ഇനി മഞ്ജു വാര്യറും കൂടി പുറത്തിറങ്ങാനുണ്ട്. ഒരുപാട് ജനപ്രവാഹം തന്നെയായിരുന്നു താമരശ്ശേരിയിൽ, അതുകൊണ്ട് ഒരുപാട് ട്രാഫിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ വീഡിയോ ഉണ്ട്, എല്ലാവരും മിസ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മഞ്ജു വാര്യരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. പോലീസുകാരുമൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അതാ നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഹായ് ഒക്കെ കൊടുത്ത് മൈജിയിലേക്ക് പോന്നിട്ടുണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സിനിമയിലാണ്. അത് ഏത് സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാമോ? താമരശ്ശേരി ചുരം എന്നാണ് ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടിരിക്കുന്നത്. ഇവിടെ നേരിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ വന്നിട്ട് ഈ വഴി പോയിട്ടാണ് ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് ഇപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത്. അതിന് ഒരു കാരണമായത് മൈജിയും ഷാജിയും മൊത്തം മൈജി കുടുംബവുമാണ്. അതിലേറെ സന്തോഷം ശ്രീ ഷാജിയുടെ ജന്മദേശമാണ് താമരശ്ശേരി. അപ്പോൾ ഒരുപക്ഷെ മൈജി എന്ന ആശയം തിരഞ്ഞെടുത്തത് പോലും ഈ മണ്ണിലായിരിക്കും. അതിൻ്റെ ഐശ്വര്യം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരിക്കാരുടെ ഒരു പ്രത്യേക സ്നേഹം ഷാജിക്കുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ ഉള്ളിടത്തോളം കാലം എനിക്കോ ടൊവിക്കോ മലയാള സിനിമയ്ക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും നന്മയും ആരോഗ്യവും മനസമാധാനവും ഒക്കെയുള്ള ഓണവും പുതിയൊരു വർഷവും നല്ലൊരു ജീവിതവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ഒക്കെ സ്നേഹവും പ്രോത്സാഹനവും മൈജിക്കും ഇനി അങ്ങോട്ടും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ആഗ്രഹം സാധിച്ചു പകുതി അല്ലേ? നല്ലൊരു കാര്യം എടുക്കാം മഞ്ജു ചേച്ചിക്ക്. മഞ്ജു ചേച്ചി പറഞ്ഞതുപോലെ താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം കുറെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ എത്തിപ്പറ്റാൻ പെട്ടെന്നൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ താങ്ക് യു ഷാജി സാർ ഫോർ ഗിവിംഗ് us the opportunity. താമരശ്ശേരി എന്ന ചെറിയൊരു സ്ഥലമൊന്നും അല്ലാന്ന് ഇപ്പോൾ മനസ്സിലായേ. ഞാൻ വിചാരിച്ചു ഒരു ചെറിയ സ്ഥലം. നോ വി വർ റോങ്. ബട്ട് നിങ്ങളുടെ ഷാജിക്ക ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ നാടിന് വേണ്ടി മൈജി ഫ്യൂച്ചർ ഇത്രയും വലിയൊരു സ്ഥാപനം സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം മഞ്ജു ചേച്ചിയും കൊണ്ടുവന്നു. ആൻഡ് ഓഫ് കോഴ്സ് വി ഹാവ് ദി വണ്ടർഫുൾ ടൊവിനോ തോമസ് joining us as well. ഹലോ താമരശ്ശേരി, എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഒരു റിക്വസ്റ്റ് ഉണ്ട്, കഴിയുമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വണ്ടികൾക്ക് പോകാം. നമ്മളുടെ സന്തോഷം പങ്കുവെക്കുന്നതിന് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്. പ്ലീസ് കുറച്ച് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൽ മറ്റു വണ്ടികൾക്ക് ഇതുവഴി പോവാം. താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷം. താമരശ്ശേരിയിൽ ഷാജിക്കയുടെ ജന്മസ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു ഷോറൂം ആരംഭിക്കുന്നു. മൈജിയുടെ 120ാമത്തെ ഷോറൂമാണ്. മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ്. ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് എന്നെയും ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ വരാൻ സാധിച്ചാൽ ഞാൻ ഇതുവഴി കുറെ തവണ കടന്നു പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഞാൻ താമസിച്ചിട്ടുമില്ല, ഇവിടെ ഞാൻ സമയം ഇത്രയും ചെലവഴിച്ചിട്ടുമില്ല. ആദ്യമായിട്ടാണ്. ഒരുപാട് സന്തോഷം. ഇത്രയും പേര് വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും പേരുടെ സ്നേഹം നേരിട്ട് കാണുമ്പോൾ, നേരിട്ട് അനുഭവിക്കുമ്പോൾ വലിയ ഭാഗ്യം തോന്നാറുണ്ട്. കാര്യം മറ്റു ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ഉള്ള ആളുകൾക്ക് ഇത്രയും സ്നേഹം കിട്ടുമോ എന്നറിയില്ല. ഈ അൺകണ്ടീഷണൽ ലവ് തീർച്ചയായിട്ടും അത്രയും വാല്യൂബിൾ ആണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഒപ്പം മൈജി ഇനിയും ഒരുപാട് ഷോറൂമുകൾ തുറക്കട്ടെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ. എല്ലാവിധ ആശംസകളും. തുടർന്നും ഞങ്ങളും മൈജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്നും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഒക്കെയുള്ള ഒരു ഓണം ഞാൻ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യുകയാണ്. അതെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമൃദ്ധരായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കുക. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ സെപ്റ്റംബർ 12-ാം തീയതി എൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, അതും കൂടെ കണ്ടുപോകുക. താങ്ക് യു. ഓക്കെ, ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു. ഫുട്ടേജ് എന്ന് പറഞ്ഞ മഞ്ജു ചേച്ചിയുടെ സിനിമ തിയേറ്ററിൽ വലിയ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ചെറിയ സിനിമ അല്ലേ, പാവം. രണ്ടാം മോഷണം അജയന്റെ. ഞാൻ പറഞ്ഞത് അർജുന്റെ ആണോ അരവിന്ദന്റെ ആണോ? അല്ല, അജയന്റെ രണ്ടാം ARM എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അതിന്റെ ഒരു ട്രെയിലറൊക്കെ നമ്മുടെ ഉണ്ട്, പക്ഷെ ഇപ്പൊ വേണ്ട. അതിന് മുമ്പ് അതിനെക്കാട്ടും
മൈജിയോട് സംബന്ധിച്ചൊരു വലിയ സംഭവമാണ്. ഇപ്പൊ മൈജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മൈജി ഓണം, ഹാപ്പി ഓണം 2ാമത്തെ സീസണാണ്. അവർ കുറെ ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമ, ഒരു 3D സിനിമ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഒരു 3 വേഷം ഒരു സിനിമയിൽ ചെയ്യുന്നത്. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് 2017 മുതൽ ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ സിനിമ. അതിപ്പോൾ 2024 സെപ്റ്റംബർ 12 നിങ്ങളിലേക്ക് ഞങ്ങളുടെ സ്വപ്നം വെച്ച് തരികയാണ്. ഞങ്ങൾ നല്ല പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ആ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് 4 പേരോട് പറയണം. ഞങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ ചൊവ്വീനോ പറഞ്ഞ പോലെ നമുക്ക് 2 ടിക്കറ്റ് എടുത്ത് കൊടുക്കാം. അത്